ഇനി നമ്മുടെ 24 ഒബ്സർവർ വരുന്നു. നമുക്കറിയാം, അസാധാരണമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഇപ്പോൾ കേരള സർവകലാശാല. സസ്പെൻഷനും നിയമയുദ്ധവും ഒക്കെയായിട്ട് സർവകലാശാല കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടി പറയാം. കുട്ടികളുടെ താല്പര്യമല്ല, കുട്ടിത്തം മാറാത്ത മുതിർന്നവരുടെ താല്പര്യമാണ് ഇപ്പോൾ അവിടെ അരങ്ങേറുന്നത് എന്ന് പിന്നാമ്പുറകിൽ കേൾക്കുന്ന മറ്റൊരു പരിഹാസം. 24 ഒബ്സർവർ ബി ദിലീപ് കുമാർ സർവകലാശാലയിലെ ഈ പുതിയ കാര്യങ്ങൾ, ഈ കേരള സർവകലാശാല നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പരിശോധിക്കുന്നു. ഓവർ ടു ദിലീപ് കുമാർ. ഗുഡ് മോർണിംഗ് ദിലീപ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പ്രതിസന്ധിയൊന്നും അവസാനിക്കില്ല, കാരണം ഇതിൻ്റെയൊക്കെ പിന്നാമ്പുറങ്ങളിൽ ചരട് വലിക്കാൻ ആളുകളുണ്ടല്ലോ. SKN അസാധാരണമായ പ്രതിസന്ധിയിലൂടെയാണ് കേരള സർവകലാശാല കടന്നു പോകുന്നത്. അവിടുത്തെ രജിസ്ട്രാറെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്യുക, വൈസ് ചാൻസലർ അതിന് പിന്നാലെ നേരത്തെ നിശ്ചയിച്ചതാണെങ്കിൽ പോലും അവധിയെടുത്ത് റഷ്യയിലേക്ക് പോവുക, പകരം ചുമതല താൽക്കാലിക VC-ക്ക് നൽകുക, രജിസ്ട്രാർ നിയമയുദ്ധത്തിലേക്ക് നീങ്ങുക, സിൻഡിക്കേറ്റ് VC-ക്കെതിരെ നിൽക്കുക. അങ്ങനെ വളരെ അസാധാരണമായി കേരള സർവകലാശാല മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധമുള്ള പ്രതിസന്ധി. ഇതിനെ ഒരുപക്ഷെ നമുക്ക് 92-ൽ JV വിളനിലം വൈസ് ചാൻസലർ ആയിരുന്ന സമയത്ത് ഇതുപോലൊരു പ്രതിസന്ധി സർവകലാശാലയിൽ രൂപപ്പെട്ടതാണ്. അന്ന് പക്ഷേ VC-ക്ക് ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടികൾ എടുക്കേണ്ടി വന്നില്ല. പക്ഷേ JV വിളനിലത്തിനെതിരായി SFI അക്കാലത്ത് നടത്തിയ സമരം ഏതാണ്ട് 4 വർഷത്തോളം നീണ്ടുനിന്ന സമരമായിരുന്നു. അദ്ദേഹത്തിന് വ്യാജ ബിരുദമുണ്ടെന്നായിരുന്നു അന്ന് SFI ആരോപിച്ചിരുന്നത്. ഇംഗ്ലണ്ടിലെ സസെക്സ് സർവകലാശാലയിൽ നിന്ന് നേടിയ PhD-യുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ പ്രതിഷേധം അന്ന് SFI ഉയർത്തിയത്. അത് പക്ഷേ പിന്നീട് അത് അന്വേഷണത്തിൽ SFIയുടെ ആരോപണം തെറ്റാണെന്ന് തെളിയുകയും ചെയ്തു. പക്ഷേ ആ സമരം വളരെ ശക്തമായ സമരമായിരുന്നു. JV വിളനിലത്തിന് സർവകലാശാലയിലേക്ക് കയറാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായി. അദ്ദേഹം അന്ന് സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് യോഗം വീട്ടിൽ വെച്ച് തന്നെ വിളിച്ചു ചേർക്കേണ്ട അവസ്ഥയുണ്ടായി. മുൻ മന്ത്രി G. സുധാകരനൊക്കെ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളായിരുന്നു. അങ്ങനെ അടുക്കള സിൻഡിക്കേറ്റിൽ പങ്കെടുക്കാൻ തങ്ങളില്ല എന്നായിരുന്നു അന്ന് G. സുധാകരനടക്കം ഇടതംഗങ്ങൾ സ്വീകരിച്ചിരുന്ന നിലപാട്. ചില സാഹചര്യങ്ങളിൽ VC സർവകലാശാലയിലേക്ക് എത്തുകയും അത് VC-യെ അവിടെ വെച്ച് തടയുകയും സർവകലാശാലയുടെ കവാടത്തിൽ വെച്ച് തന്നെ തടയുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. SFIയുടെ മുൻ സംസ്ഥാന നേതാവായിരുന്ന UP ജോസഫിനെ ഈ വിളനിലത്തിൻ്റെ കാർ ഇടിച്ച സംഭവമൊക്കെ അക്കാലത്തെ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നതാണ്. പക്ഷേ പിന്നീട് ഈ വിളനിലം സമരം കെട്ടടങ്ങുകയും വിളനിലത്തിനെതിരെ അന്ന് താൽക്കാലിക VC-യുടെ ചുമതലയൊക്കെ ഡോക്ടർ D. ബാബു പോൾ 6 മാസത്തേക്ക് അന്വേഷണം നടക്കുന്ന കാലയളവിൽ നൽകുകയും ഒക്കെ ചെയ്തിരുന്നത് ചരിത്രമാണ്. അതിനുശേഷം സർവകലാശാല ഇപ്പോഴാണ് ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുന്നത്. അത് ഡോക്ടർ മോഹൻ കുന്നുമ്മൽ സർവകലാശാലയുടെ രജിസ്ട്രാർ KS അനിൽകുമാറിനെ ഈ സെനറ്റ് ഹാളിൽ നടന്ന ഒരു പരിപാടിയിൽ അവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ചതുമായി ബന്ധപ്പെട്ട വിവാദം, ഗവർണർ പങ്കെടുത്ത ചടങ്ങായിരുന്നു. അതേ തുടർന്ന് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുകയാണ് ഇന്നലെ ചെയ്തത്. അത് സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമാണ് എന്നാണ് സിൻഡിക്കേറ്റിലെ ഇടതംഗങ്ങൾ ആരോപിക്കുന്നത്. സിൻഡിക്കേറ്റിനാണ് നിയമന അധികാരമുള്ളത്. 2021 ഫെബ്രുവരിയിലാണ് ഡോക്ടർ KS അനിൽകുമാർ, അദ്ദേഹം ശാസ്താംകോട്ട DB കോളേജ് പ്രിൻസിപ്പലായിരുന്നു, അവിടെ നിന്ന് ഈ രജിസ്ട്രാർ പദവിയിലേക്ക് എത്തുന്നത്. 2025 അതായത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി രജിസ്ട്രാർ എന്ന നിലയിൽ അവസാനിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിന് വീണ്ടും പുനർനിയമനം 1 വർഷത്തേക്ക് കൂടി നീട്ടി നൽകുകയാണ് സിൻഡിക്കേറ്റ് ചെയ്തത്. അന്ന് സിൻഡിക്കേറ്റിൻ്റെ ഈ തീരുമാനത്തെയും നിർദ്ദേശത്തെയും VC ഡോക്ടർ മോഹൻ കുന്നുമ്മൽ എതിർത്തതാണ്. നേരത്തെ തന്നെ ഈ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ പലപ്പോഴും തർക്കങ്ങളൊക്കെ ഉടലെടുത്തിരുന്നതാണ്. പക്ഷേ പിന്നീട് കേരള ഹൈക്കോടതി ഇക്കാര്യത്തിൽ സിൻഡിക്കേറ്റിനുള്ള അധികാരം, അത് സിൻഡിക്കേറ്റ് തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ, അതാണ് സ്റ്റാറ്റ്യൂട്ട് പറയുന്നത് എന്ന നിലപാടിലേക്ക് എത്തുകയും അതേ തുടർന്ന് മനസ്സില്ലാ മനസ്സോടുകൂടി ഡോക്ടർ KS അനിൽകുമാറിൻ്റെ നിയമനം അംഗീകരിക്കുകയുമായിരുന്നു. 1 വർഷത്തേക്കുള്ള ആ നിയമനം പുനർനിയമനം ശരിവെക്കുകയുമാണ് അല്ലെങ്കിൽ അംഗീകരിക്കുകയുമാണ് ചെയ്തത്. പക്ഷേ അപ്പോഴും ആ ശീതസമരം തുടർന്നിരുന്നു. ഇന്നിനിപ്പോൾ രജിസ്ട്രാർ സർവകലാശാലയിലേക്ക് എത്തിയേക്കും എന്ന സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ സ്ഥിതി കൂടുതൽ സംഘർഷഭരിതമായേക്കാം. മാത്രമല്ല, സർവകലാശാലയുടെ VC-യുടെ ചുമതല ഡിജിറ്റൽ സർവകലാശാലയുടെ താൽക്കാലിക VC ഡോക്ടർ സിസ തോമസിനാണ് നൽകിയിട്ടുള്ളത്. ഒരു സർവകലാശാലയുടെ താൽക്കാലിക VC-ക്ക് മറ്റൊരു സർവകലാശാലയുടെ താൽക്കാലിക VC-യുടെ ചുമതല നൽകുന്നതും ഒരുപക്ഷെ സമീപകാലത്തൊന്നും കേരള ചരിത്രത്തിൽ ഉണ്ടാകില്ല. ഡോക്ടർ സിസ തോമസും സർക്കാരും നല്ല ബന്ധത്തിലല്ല എന്ന കാര്യവും അറിയാം. ഏതായാലും ഇങ്ങനെയുള്ള ഒരു അസാധാരണമായ പ്രതിസന്ധി കേരള സർവകലാശാലയിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. SKN പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ മുതിർന്ന നേതാക്കൾ അവർ കുട്ടികളുടെ ഭാവിയെ കരുതിയെങ്കിലും ഒരു വ്യക്തമായ തീരുമാനം, ഒരു ബുദ്ധിപരമായ തീരുമാനം കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കാം. SKN. ഓക്കെ, താങ്ക് യു ദിലീപ് കുമാർ.